ആലപ്പുഴയിൽ പ്രസവത്തിന് ശേഷം യുവതി മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിൽ ആർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ല. ഡോക്ടർമാരുടെ സമിതി അന്വേഷണ റിപ്പോർട്ട് കൈമാറി. ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം 5 ദിവസം കഴിഞ്ഞും തുടങ്ങിയില്ല. കഴിഞ്ഞ ഞായറാഴ്ചയാണ് 31-കാരി ഷിബിന പ്രസവശേഷമുണ്ടായ അണുബാധയെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മരിച്ചത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണുഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഷിബിന മരിച്ചത്. ഇതിനെ തുടർന്ന് വലിയ വിവാദമുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 3 യുവതികളാണ് പ്രസവാനന്തരം ഇവിടെ മരിച്ചിട്ടുള്ളത്. ഈ വിഷയത്തിലും അന്വേഷണം വേണം. അതായത് കുടുംബത്തിന് വലിയ ആരോപണങ്ങളുണ്ട്. ആശുപത്രി നിന്നും ഒപ്പം തന്നെ ഡോക്ടർമാരിൽ നിന്നും വലിയ അനാസ്ഥ ഉണ്ടായെന്നുള്ള ആരോപണമുണ്ട്. ഈ ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊരു അന്വേഷണം ഉണ്ടാകും. അതിന് മെഡിക്കൽ വിഭാഗത്തിലെ ഡയറക്ടറോട് തന്നെ, അതായത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി അന്വേഷണം ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ച് 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത് തുടങ്ങിയിട്ടില്ല. പക്ഷേ മെഡിക്കൽ കോളേജിനകത്തെ ഗൈനക്കിൻ്റെയും തന്നെ സർജറി വിഭാഗം ഡോക്ടർമാരും നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ പ്രിൻസിപ്പലിന് കൈമാറി, സൂപ്രണ്ടിനും കൈമാറിയിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് അന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സ്റ്റാഫിനോ ഒന്നും ഇതിൽ യാതൊരു വിധത്തിലുള്ള വീഴ്ചയോ അല്ലെങ്കിൽ ഈ മരണത്തിൽ പങ്കോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ ആർക്കെതിരെയും നടപടിക്കുള്ള ശുപാർശ അതിൽ പറയുന്നില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു അന്വേഷണത്തിലേക്ക് കടക്കാൻ ഇപ്പോഴും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം ഏകദേശം 30 ദിവസത്തിലധികം, 1 മാസത്തിലധികം ആശുപത്രിയിൽ കഴിഞ്ഞു. കഴിഞ്ഞ 28-ന് കുട്ടിയെ പ്രസവിച്ച ശേഷം മരിച്ച ഷിബിനയ്ക്ക് അണുബാധ ഉണ്ടായി എന്ന് കുടുംബം പറയുന്നു. പക്ഷേ അണുബാധ ഉണ്ടായത് കണ്ടുപിടിച്ചത് മരണത്തിന് ശേഷമാണ്. അത് പ്രസവിക്കുന്ന സമയത്തൊന്നും, ഡെലിവറി സമയത്തൊന്നും അണുബാധയെ സംബന്ധിച്ച് ഡോക്ടർമാർ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നില്ല. അവസാന സമയത്ത് 2 ആഴ്ചയോളം വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കിടന്ന ശേഷമായിരുന്നു ഷിബിന മരിച്ചത്. ഷിബിനയുടെ ഭർത്താവ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. ഇതിനെതിരെ DYFI കൂടി രംഗത്ത് വന്നിട്ടുണ്ട്. വലിയ അനാസ്ഥ ഈ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും അടിക്കടി ഉണ്ടാകുന്നു. ഈ ഔദ്യോഗിക സമയത്തടക്കം ഡോക്ടർമാർ ഇത്തരത്തിലുള്ള സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും DYFI ആവശ്യപ്പെട്ടിട്ടുണ്ട്. മനീഷ് മഹിബാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി.